നമസ്കാരം. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ മുൻ മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജുവിനെ അയോഗ്യനാക്കി വിജ്ഞാപനമിറക്കി. കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ ആന്റണി രാജു അയോഗ്യനായിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ഔദ്യോഗിക വിജ്ഞാപനമാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. നെടുമങ്ങാട് കോടതി 3 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചതാണ് ആന്റണി രാജുവിന് വലിയ തിരിച്ചടിയായത്. 2 വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ അയോഗ്യനാണെന്നാണ് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി. ഇത് പ്രകാരമാണ് ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമായിരിക്കുന്നത്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഒഴിവു വന്നതായാണ് വിജ്ഞാപനത്തിലുള്ളത്. അതേസമയം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും ആന്റണി രാജുവിന് കഴിയില്ല. മേൽക്കോടതികളിലേക്ക് പോയി വിധിക്ക് സ്റ്റേ നേടിയാലും അയോഗ്യത നിലനിൽക്കും. തിരുവനന്തപുരം സെൻട്രലിലെ MLA ആയിരുന്നു ആന്റണി രാജു. ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മുതൽ 6 വർഷത്തേക്കാണ് അയോഗ്യത. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8/3 അനുസരിച്ചാണ് അയോഗ്യത. ജനപ്രാതിനിധ്യ നിയമത്തെ സംബന്ധിച്ച 2013 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം MPയോ MLAയോ 2 വർഷമോ അതിലധികം കാലത്തേക്കോ ശിക്ഷിക്കപ്പെട്ടാൽ ആ സമയം മുതൽ അയോഗ്യനാവും. അതനുസരിച്ച് രാജിവെക്കാതെ തന്നെ ശിക്ഷാവിധിക്ക് പിന്നാലെ ആന്റണി രാജു അയോഗ്യനായിരുന്നു. മണ്ഡലത്തിൽ അംഗത്തിന്റെ ഒഴിവുണ്ടെന്ന് വിജ്ഞാപനം ചെയ്യുന്ന നിയമസഭയുടെ നടപടി മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ആന്റണി രാജുവിനും കോടതി മുൻ ജീവനക്കാരനായിരുന്ന ജോസിനും തൊണ്ടിമുതൽ തിരിമറി കേസിൽ 3 വർഷമാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. ശിക്ഷാ കാലാവധി കഴിഞ്ഞാലും 6 വർഷത്തേക്ക് ആന്റണി രാജുവിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. കുറ്റക്കാരനാണെന്ന കണ്ടെത്തൽ മേൽക്കോടതികൾ സ്റ്റേ ചെയ്താൽ മാത്രമേ അയോഗ്യത ഒഴിവാകൂ. അപ്പീൽ നൽകാൻ കോടതി 1 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കേസിൽ വിദേശ പൗരനെ രക്ഷിക്കാൻ ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലത്ത് തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് മുൻ മന്ത്രിയും MLAയുമായിരുന്ന ആന്റണി രാജുവിനെ കോടതി 3 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചത്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യത്തെ ആളാണ് ആന്റണി രാജു. കേസിൽ 2ാം പ്രതിയാണ് ഇദ്ദേഹം. 1ാം പ്രതി ജില്ലാ കോടതിയിലെ ക്ലർക്ക് KS ജോസും 3 വർഷം തടവ് അനുഭവിക്കണം. ഇരുവർക്കും കോടതി ജാമ്യം അനുവദിച്ചതിനാൽ ഇപ്പോൾ ജയിലിൽ പോകേണ്ടതില്ല. 1990 ഏപ്രിൽ 4-നാണ് ഓസ്ട്രേലിയൻ സ്വദേശിയായ ആൻഡ്രൂ സാൽവത്തോറിനെ 61 ഗ്രാം ഹാഷിഷുമായി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. വലിയതുറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആൻഡ്രൂ സാൽവത്താറിനെ ജില്ലാ കോടതി 10 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. 1 ലക്ഷം രൂപ പിഴയൊടുക്കാനും വിധിച്ചു. 1992 അപ്പീൽ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഇയാളെ കോടതി വെറുതെ വിട്ടു. 1992 ഇന്ത്യ വിട്ട് ഓസ്ട്രേലിയയിലെത്തിയ ആൻഡ്രൂ അവിടെ കൊലക്കേസിൽ അറസ്റ്റിലായി ജയിലിലാവുകയായിരുന്നു. അവിടെ വെച്ച് സഹതടവുകാരനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ആന്റണി രാജുവിന് കുരുക്കായത്. ജില്ലാ കോടതിയിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും കോടതി ക്ലർക്കായ ജോസും ചേർന്ന് തിരിമറി നടത്തിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. സഹതടവുകാരൻ ഇത് ഓസ്ട്രേലിയൻ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഇന്റർപോൾ വഴി കേരള പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു.